ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 67ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം 1 വായിക്കാം. ഗണനയിൽ നിന്നു കവിഞ്ഞതൊന്നു സാധാരണമിവ രണ്ടുമൊഴിഞ്ഞൊരന്യരൂപം നിലവിലുമില്ലതു നിദ്രയിങ്കലും മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം. സാരം: ചിന്തയ്ക്ക് വിധേയമാകുന്ന സാധാരണവയും ചിന്തയ്ക്ക് വിധേയമാകാതവയും എന്ന രണ്ടു തരത്തിലല്ലാതെ മറ്റൊന്നും ഉണർവിലോ ഉറക്കത്തിലോ ഇന്ദ്രലോകത്തോ അല്ലെ സങ്കല്പലോകത്തോ മറ്റെവിടെയെങ്കിലും ഇല്ല എന്ന് നിശ്ചയമാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. ഇതിനെ നമുക്ക് വിശദമായി പഠിക്കാം. ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്നു സാധാരണ, ഇവ രണ്ടും ഒഴിഞ്ഞ ഒരന്യരൂപം. ഗണനയിൽ നിന്ന് കവിഞ്ഞത് ഒന്ന് സാധാരണ. ഈ പ്രപഞ്ചത്തിൽ ഗണനയിൽ നിന്ന് കവിഞ്ഞതും സാധാരണവുമായ രണ്ട് അനുഭവങ്ങളുണ്ട് നമുക്ക്. ഗണനയിൽ നിന്ന് കവിഞ്ഞത് ഗണനക്കപ്പുറം, കണക്ക് കൂട്ടാൻ പറ്റാത്തത്. ഗണന കണക്ക് കൂട്ടൽ, കണക്ക് കൂട്ടാൻ പറ്റാത്തത്. സാധാരണ കണക്ക് കൂട്ടാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമായത്, നമ്മുടെ ചിന്തയ്ക്കതീതമായതും ചിന്തയ്ക്കധീനമായവുമായ രണ്ട് തരം അറിവുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഗുരു പറയുന്നു, ചിന്തയ്ക്ക് കീഴ്പ്പെടുന്ന അറിവ് ഭൗതികമായതിൽ നാം വ്യാപൃതരാകുന്നു. ചിന്തയ്ക്ക് വിധേയമാകുന്ന അറിവാണ് ഭൗതിക ശാസ്ത്രം. കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, പുത്തൻ വിവരങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഭൗതിക വിഷയങ്ങൾ. ശാസ്ത്രം ഭൗതിക വിഷയങ്ങളിൽ സത്യാന്വേഷണങ്ങൾ നടത്തുന്നു. പ്രപഞ്ച സത്യത്തെ ചിന്തയ്ക്ക് വിധേയമാക്കാൻ ശ്രമിക്കുന്നു. ചിന്തിച്ച് സത്യം കണ്ടെത്താനുള്ള ശ്രമം ശാസ്ത്രം നടത്തുന്നു. അങ്ങനെ കണ്ടുപിടുത്തങ്ങളുടെ നിര നീളുന്നു. ചിന്തയ്ക്ക് വിധേയമാകുന്നതിനെ മാത്രമേ ഭൗതിക ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയൂ. എല്ലാറ്റിനെയും ശാസ്ത്രത്തിന് വിധേയമാക്കി പഠിക്കുമ്പോൾ ശാസ്ത്രത്തിനപ്പുറം ചിന്തയ്ക്കതീതമായതുണ്ടെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചിന്തയ്ക്കതീതമായതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ആദ്യം തന്നെ നാം അത് മനസ്സിലാക്കണം. ചിന്തയ്ക്ക് വിധേയമാകാത്ത സത്യം ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന്. ആ സത്യം നാം തിരിച്ചറിയണം എന്നാണ് ഗുരു പറയുന്നത്. രണ്ട് വിഷയത്തിലുള്ള അന്വേഷണങ്ങളാണ്. ഭൗതിക ശാസ്ത്രത്തെ ഉപാധിയാക്കിയിട്ട് ആത്മീയത പഠിക്കാൻ പറ്റില്ല. രണ്ടിനും രണ്ടിൻ്റെ വഴിയാണ്. ഭൗതിക ശാസ്ത്രങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പഠിക്കാം. പ്രപഞ്ച സത്യം ഏകമായിട്ടുള്ളതാണെന്നറിയുന്നതാണ് അനിവാര്യം. ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്നുണ്ട് എന്ന് ഗുരു പറയുന്നു. കണക്ക് കൂട്ടാൻ പറ്റാത്തതൊന്നുണ്ട്. ഇതിൽ ശാസ്ത്രത്തെ ആശ്രയിക്കാൻ പറ്റില്ല. ശാസ്ത്രം കൊണ്ട് ഗണിക്കാൻ ആവതില്ല. അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് അബദ്ധമാണ്. ഈ അബദ്ധത്തെ ഗുരു ഓർമ്മപ്പെടുത്തുന്നു. ആത്മീയതയെ ശാസ്ത്രം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ആത്മീയത അനുഭവതലമാണ്, അഖണ്ഡമായ അറിവ്. ആത്മജ്ഞാനിയുടെ അനുഭവതലം നമുക്ക് അളക്കാൻ പറ്റില്ല, ഗണിക്കാൻ പറ്റില്ല. അത് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഗുരു ആത്മീയാന്വേഷകന് ഒരു ദിശാബോധം നൽകുന്നു. ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും ആത്മീയതയും രണ്ടു വിഷയങ്ങൾ. ഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ ശാസ്ത്രം മുന്നേറട്ടെ. പ്രപഞ്ച സത്യം ഗണനയിൽപ്പെടുത്താൻ പറ്റുന്നതല്ല.
നമ്മുടെ അസ്തിത്വത്തെ നോക്കാം. ഞാൻ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ സ്വത്വബോധം എന്താണ്? കണക്ക് കൂട്ടാൻ പറ്റുന്നതാണോ? ഗണനയിൽപ്പെടുത്താൻ പറ്റുന്നതാണോ? ശരീരമല്ല ഞാൻ എന്ന് ചിലർക്കെങ്കിലും അറിയാം. ഭൗതിക ഘടനയെ യോജിപ്പിക്കുന്ന ഒന്നുണ്ട്. അത് ശാശ്വത സത്യമാണ്. അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. ആ സത്യത്തെ ഭൗതികമായി ചിന്തിച്ച് അപഗ്രഥിക്കുവാൻ സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയണം. ഈ ശ്ലോകം അതിനാണ് ഉപകരിക്കുന്നത്. ഗുരു പറയുന്നു, രണ്ടുണ്ട്. ഒന്ന് ഭൗതിക വിഷയം, രണ്ടുണ്ട്. ഒന്ന് ഭൗതിക വിഷയം ചിന്തിച്ച് മനസ്സിലാക്കാവുന്നത്, രണ്ട് നമുക്ക് ഗണനയിൽ ഗണനയിൽ നിന്ന് കവിഞ്ഞ്, അതായത് ഗണിക്കാൻ പറ്റാത്തത്, കണക്ക് കൂട്ടാൻ പറ്റാത്തത്, ഇങ്ങനെ രണ്ട് വിഷയമുണ്ട്. പിന്നെ അത് നമുക്ക് അപഗ്രഥിക്കാൻ പറ്റാതെ ഒരു ആത്മീയ തലമുണ്ടെന്നും രണ്ടും കൂട്ടിക്കുഴക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ഗുരു ചെയ്യുന്നു. ചിന്തയ്ക്ക് വിധേയമാക്കുന്നതിനെ ഭൗതിക ശാസ്ത്രം എന്ന് പറയാം. ചിന്തിക്കാൻ പറ്റുന്നതും ചിന്തയ്ക്കതീതവുമായ രണ്ട് പ്രപഞ്ചാനുഭവങ്ങൾ ഉണ്ടെന്ന് ഗുരു പറയുന്നു. ഗണിക്കാൻ പറ്റുന്നത്, ഗണന ചെയ്യാൻ പറ്റാത്ത രണ്ടനുഭവങ്ങൾ. കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങളെ അധ്യാത്മശാസ്ത്രം എന്ന് പറയുന്നു. നമുക്ക് രണ്ടനുഭവ തലങ്ങളുണ്ട്. ഇത് രണ്ടും ഒഴിഞ്ഞൊരന്യരൂപം. ഈ രണ്ട് വിഭാഗമല്ലാതെ ഒരന്യരൂപം നിലവിലുമില്ല. അതു നിദ്രയിങ്കലും മേൽ ഇന നഗരത്തിലും എങ്ങുമില്ല നൂനം. ബുദ്ധി കൊണ്ട് അപഗ്രഥിച്ച് പഠിക്കാൻ പറ്റാത്ത കാര്യം, നിനക്കാൻ പറ്റാത്ത കാര്യം നിനച്ചെടുക്കാൻ ശ്രമിക്കുന്നു ചിലർ. അത് അബദ്ധമാണ്. നിലവിലുമില്ലതു ചിന്തയ്ക്ക് വിധേയമാകാത്ത അധ്യാത്മ വിഷയങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കാം. ഗണിക്കുന്ന അനുഭവങ്ങളെ നിയന്ത്രിക്കുന്നത് പോലും ഗണിക്കാൻ പറ്റാത്ത ചില ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യത്തെ ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അമ്മയുടെ ഗർഭത്തിൽ ആരാണ് എന്നെ രക്ഷിച്ചത്? ഗണിക്കാൻ പറ്റാത്ത അചിന്ത്യമായ ശക്തി ചൈതന്യത്തെ നാം മനസ്സിലാക്കാം. അചിന്ത്യമായ ശക്തിയാണ് ചിന്ത്യമായ വിഷയത്തെ നിയന്ത്രിക്കുന്നതെന്നും നാം മനസ്സിലാക്കണം. എൻ്റെ നാവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ശക്തിയെ ഗണിക്കാൻ പറ്റില്ല. എൻ്റെ കാലുകൊണ്ട് നടത്തിക്കുന്ന ശക്തിയെ ഗണിക്കാൻ പറ്റില്ല. ഗണിക്കാൻ പറ്റുന്നതും ഗണിക്കാൻ പറ്റാത്തതുമായ ഘടകങ്ങളല്ലാതെ ഒരന്യരൂപം ഇല്ല എന്ന് ഗുരു സമർത്ഥിക്കുന്നു. നിലവിലുമില്ല. നിലവ് എന്ന് പറഞ്ഞാൽ ജാഗ്രതാവസ്ഥ. ജാഗ്രതാവസ്ഥയിലുമില്ല, നിദ്രയിലുമില്ല, ഉറക്കത്തിലുമില്ല, ഇനനഗരത്തിലുമില്ല. ഇനനഗരം എന്ന് പറഞ്ഞാൽ സങ്കല്പലോകം. സങ്കല്പലോകത്തിൽ ആ യഥാർത്ഥമാണ്. അതിൽ സങ്കല്പലോകത്തിൽ ഒന്നും യാഥാർത്ഥ്യമല്ല. ഊണിലും ഉറക്കത്തിലുമില്ല എന്ന്. അങ്ങനെ ഒരു അന്യരൂപം ഊണിലും ഉറക്കത്തിലുമില്ല. ഗുരു എപ്പോഴും രണ്ടവസ്ഥകളെ മാത്രമേ പറയാറുള്ളൂ. നമുക്ക് എന്തായാലും പരമ്പരാഗതമായി പറയുന്ന 3 അവസ്ഥകളുണ്ട്. നിദ്ര, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. സ്വപ്നാവസ്ഥയെക്കുറിച്ച് ഗുരു ഒരിക്കലും പറയാറില്ല. 2 അവസ്ഥകളെ മാത്രമേ ഗുരു എപ്പോഴും പറയാറുള്ളൂ. അനുഭവിക്കാൻ പറ്റാത്തതാണ് സങ്കല്പം. അതാണ് ഇനനഗരം. ചിലർ സങ്കല്പത്തിൽ സംതൃപ്തി നേടുന്നു. ഗുരു പറയുന്നു, സങ്കല്പലോകത്തിലുമില്ല നിശ്ചയം. ജീവിതത്തിൽ 2 അനുഭവ തലങ്ങളാണുള്ളത്. ഭൗതികതലം, ആത്മീയതലം. ഭൗതികതലം ചിന്തിച്ച് അപഗ്രഥിച്ച് അനുഭവിക്കാം. ആത്മീയതലം ചിന്തിക്കാൻ പറ്റില്ല, ഗണിക്കാൻ പറ്റില്ല, ചിന്തിച്ച് അനുഭവിക്കാൻ പറ്റില്ല. ഇങ്ങനെ 2ആയി കണ്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്
നമുക്ക് മനസ്സിലാക്കാം ഭൗതികതയുടെ അടിസ്ഥാനം ആത്മീയമാണ് എന്ന്. ഈ അറിവിലെത്തിയാൽ നമ്മുടെ ജീവിതം ആനന്ദകരമാക്കാം. അതിന് ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.